Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 12th lecture of Customs Duty and Overview. In today's session, we are discussing about warehousing. Let us discuss the meaning of warehousing. Warehousing means giving storage facility without payment of duty for imposed goods. The legal provisions relating to warehousing are contained under section 57 to 73 of Customs Act 1962 and Rule 2 subsection 18. ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സിന് ഡ്യൂട്ടി അടയ്ക്കാതെ സ്റ്റോറേജ് ഫെസിലിറ്റി നൽകുന്നതാണ് വെയർഹൗസിംഗ് എന്ന് പറയുന്നത്. അത് പറയുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് 57 to 73 കസ്റ്റംസ് ആക്ട് 1962 57 മുതൽ 73 വരെയുള്ള സെക്ഷൻസിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. Thus, the Customs Act 1962 contains specific provisions that facilitates the warehousing of imported goods. The imported goods after landing may be allowed to be removed to a warehouse without payment of duty, and duty is paid at the time of clearance from the warehouse. ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ലാൻഡ് ചെയ്തതിന് ശേഷം അതിനെ വെയർഹൗസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മാറ്റും. ദെൻ അതിന് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി ആയിരിക്കും. ചില കേസുകളിൽ വെയർഹൗസിൽ ക്ലിയറൻസ് ടൈമിൽ നമ്മൾ എന്ത് പേ ചെയ്യേണ്ടി വരും, ഡ്യൂട്ടി പേ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ലുക്ക് അറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് വെയർഹൗസിംഗ്. ഫസ്റ്റ് വൺ, importer can defer payment of imported duties by storing the goods in a safe place. ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സിന് ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കാതെ സേഫ് ആയിട്ടുള്ള പ്ലേസിൽ സ്റ്റോർ ചെയ്യാൻ ഇമ്പോർട്ടർ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്ന ഒരു പ്ലേസ് ആണ് വെയർഹൗസിംഗ്. സെക്കൻഡ് ഫീച്ചർ, ഇമ്പോർട്ടർ അലൗഡ് ഡൂയിങ് മാനുഫാക്ചറിങ് ഇൻ ബോണ്ടഡ് വെയർഹൗസ് ആൻഡ് ദെൻ റീ എക്സ്പോർട്ടിംഗ് ഫ്രം ഇറ്റ്. ഇമ്പോർട്ടർക്ക് വേണമെങ്കിൽ ബോണ്ടഡ് വെയർഹൗസിൽ മാനുഫാക്ചറിങ് നടത്താനും അത് വീണ്ടും റീ എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. Third one, the importer can be allowed to keep the goods up to 1 year without payment of duty from the date of he deposited the goods into warehouse. ഇമ്പോർട്ടർക്ക് സാധനങ്ങൾ വെയർഹൗസിൽ 1 വർഷം വരെ ഡ്യൂട്ടി അടയ്ക്കാതെ സൂക്ഷിക്കാവുന്നതാണ്. Then fourth point, this time period is extended to 3 years for export oriented units, and the time period still be extended to 5 years if the goods are capital goods. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സുകൾക്ക് സമയപരിധി ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ എന്നുള്ളത് 3 ഇയേഴ്സ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് 5 ഇയേഴ്സ് വരെയും എക്സ്റ്റെൻഡഡ് ആണ്. The next one, the importer minimizes the charges by keeping in a warehouse. Otherwise, the demurrage charge at port is heavy. പോർട്ടിൽ ഡിമറേജ് ചാർജ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇമ്പോർട്ടർ വെയർഹൗസിൽ സൂക്ഷിച്ചുകൊണ്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ആർ കോമ്പീറ്റന്റ് ടു അപ്പോയിന്റ് എ വെയർഹൗസ് ആസ് പബ്ലിക് ബോണ്ടഡ് വെയർഹൗസ്. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസിനോ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസിനോ വേണമെങ്കിൽ വെയർഹൗസിനെ പബ്ലിക് ബോണ്ടഡ് വെയർഹൗസാക്കി മാറ്റാം. ദ നെക്സ്റ്റ് വൺ, ദ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസ് മേ ലൈസൻസ് പ്രൈവറ്റ് വെയർഹൗസ്. അടുത്ത് പറയുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസിനോ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസിനോ പ്രൈവറ്റ് വെയർഹൗസുകൾക്ക് ലൈസൻസ് നൽകാൻ സാധിക്കുന്നതാണ്. The licensed private warehouse can be cancelled by giving 1 month notice. ആ പ്രൈവറ്റ് വെയർഹൗസുകൾക്ക് കൊടുത്തിട്ടുള്ള ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ 1 month നോട്ടീസ് നൽകിയിരിക്കണം. നെക്സ്റ്റ് വൺ, ഓൺലി ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ വെയർഹൗസ്. ഡ്യൂട്ടിയബിൾ ഗുഡ്സുകളെ മാത്രമേ വെയർഹൗസിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയുള്ളൂ. Then the 9th point, Green bill of entry has to be submitted by the importer to clear goods from warehouse for home consumption.
ഹോം കൺസംഷന് വേണ്ടിയിട്ട് വെയർഹൗസിൽ നിന്നും ഗുഡ്സിനെ മാറ്റണമെങ്കിൽ ഗ്രീൻ ബിൽ എൻട്രി നൽകിയാൽ മാത്രമേ ഇമ്പോർട്ടർക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ഹോം കൺസംഷന് വേണ്ടിയിട്ട് വെയർഹൗസിൽ നിന്നും ഗുഡ്സിനെ ക്ലിയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 10th feature is rate of duty is applicable as on the date of presentation of bill of entry for home consumption. ഹോം കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന എൻട്രി ബില്ലിൻ്റെ ഡേറ്റ് മുതൽ റേറ്റ് ആപ്ലിക്കബിൾ ആയിരിക്കും. ഡ്യൂട്ടി റേറ്റ് ആപ്ലിക്കബിൾ ആവുന്നത് ഹോം കൺസംഷൻ നമ്മളൊരു ഗ്രീൻ ബിൽ എൻട്രി ചെയ്തിരുന്നു, ആ ഡേറ്റ് മുതലാണ് റേറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്. Then next feature is reassessment is not allowed after the imported goods originally assessed and warehoused. ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിനെ നമ്മൾ വെയർഹൗസ് ചെയ്യുന്നതിന് മുമ്പ് അസസ് ചെയ്യും. അങ്ങനെ വെയർഹൗസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു റീഅസസ്മെൻറ്റ് സാധ്യമല്ല. The next feature is the exchange rate is the rate at which the bill of entry is presented for warehousing. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് വെയർഹൗസിങ്ങിനായി നമ്മൾ എൻട്രി ബില്ല് കൊടുക്കും. ആ എൻട്രി ബില്ലിൽ കൊടുത്തിട്ടുള്ള റേറ്റാണ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ലാസ്റ്റ് ഫീച്ചർ, ഇഫ് ദ ഗുഡ്സ് വിച്ച് ആർ നോട്ട് റിമൂവ്ഡ് ഫ്രം വെയർഹൗസ് വിത്തിൻ ദ പെർമിസിബിൾ പീരിയഡ് ദെൻ സബ്സീക്വൻറ്റ് റിമൂവൽ കോൾഡ് ആസ് ഇംപ്രോപ്പർ റിമൂവൽ. അനുവദിച്ചിരിക്കുന്ന പീരീഡിനുള്ളിൽ വെയർഹൗസിൽ നിന്നും ഗുഡ്സിനെ റിമൂവ് ചെയ്തില്ല എങ്കിൽ ആ സബ്സീക്വൻറ്റ് റിമൂവലിനെയാണ് ഇംപ്രോപ്പർ റിമൂവൽ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. താങ്ക് യു ഫോർ ലിസണിങ്.